നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശേഖരമേനോന്റെ വേഷം കെട്ടൽ ഇവിടെ കഴിഞ്ഞു. ഇയാള് പ്രഭാവതിയെ കൊല്ലാൻ വന്ന ശേഖരമേനോനല്ലേ? ഇയാളാണോ വേഷം മാറി ഇവിടെ താമസിക്കുന്നേ? എടാ പിശാചേ, എന്റെ അമ്മയെ കൊന്നിട്ട് നീ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒളിച്ച് താമസിക്കല്ലേ? നിന്നെ ഞാനേ ഇവിടെ വെച്ച് തന്നെ തീർക്കും. സർ വേണ്ട സർ, വിശാൽ സർ വേണ്ട സർ, വേണ്ട. എടാ വേണ്ട, നിനക്ക് എന്റെ അമ്മയെ കൊന്നത് പോരാ, ഇപ്പോ ഈ നിൽക്കുന്ന അമ്മയെ കൂടി കൊല്ലണോ അല്ലേ? അയ്യോ, ഞാനല്ല. നിന്നെ ഞാനിന്ന് വെറുതെ വിടലടാ. വേണ്ട വിശാൽ, വേണ്ട. അന്ന് നീയെ തലനാരിഴയ്ക്കാ രക്ഷപ്പെട്ടത്. വേണ്ട വിശാൽ, അതിന് നിന്നെ ഞാൻ അനുവദിക്കില്ല. നിന്നെ ഞാൻ കൊല്ലൂടാ. വിശാൽ സർ അബദ്ധമൊന്നും കാണിക്കല്ലേ. ഇയാളെ എന്റെ അമ്മയെ കൊന്നവനാ. ഇയാളെ എനിക്ക് കൊല്ലണം. അയ്യോ അയ്യോ, വേണ്ട. ഞാനല്ല നിന്റെ അമ്മയെ കൊന്നത്. ഞാനിവിടെ വന്നതിനും വേഷം മാറി താമസിച്ചതിനും കാരണങ്ങളുണ്ട്. നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ഈ കുടുംബത്തെ നശിപ്പിക്കാനല്ല ഞാനിവിടെ താമസിച്ചത്. എനിക്ക് നിങ്ങളോട് കുറച്ച് സത്യങ്ങൾ പറയാനുണ്ട്. എന്നെ ഒന്നും ചെയ്യരുത്. എന്താണ് നിനക്ക് പറയേണ്ടത്? എന്താണ് നിനക്ക് പറയേണ്ടത്? സത്യം പറയാനുള്ള എന്റെ ചേച്ചിയെ കൊല്ലാൻ നോക്കി നിന്നെ ഞങ്ങൾ വെറുതെ വിടണോ? നിന്നെ കൊല്ലണോ എന്ന്? നിക്കവിടെ. വിശാൽ, വിപിൻ, ഞാൻ പറയുന്നത് കേൾക്ക്. ഇത്രയും നാള് ഇയാള് വേഷം മാറി ഈ വീട്ടിൽ താമസിച്ച് എന്നെ കൊല്ലാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ശത്രു ഇയാള് മാത്രമല്ല. ഇയാളുടെ പിന്നിൽ മറ്റാരെങ്കിലും കൂടി ഉണ്ടാവും. ശേഖരനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് പാർവതിയല്ലേ? അപ്പോ ശേഖരനെ കുറിച്ചുള്ള വിവരങ്ങൾ പാർവതിക്ക് അറിയാമായിരിക്കും. അവളോട് നീയൊന്ന് ചോദിച്ചാൽ ശേഖരൻ പോയി ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങള് അവള് പറഞ്ഞു തരും. അപ്പോ ശേഖരന്റെ പിന്നാലെയുള്ള അന്വേഷണം കുറച്ചുകൂടി കൃത്യവും ഈസിയും ആവില്ലേ?
അമ്മ എന്താ ഈ പറയുന്നത്? ആ, പാർവതിക്ക് എങ്ങനെയാ അയാളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനാവുന്നേ? അയാള് ആരോരുമില്ലാത്ത അനാഥനായ ഒരു അന്ധൻ, ഊരും പേരും ഇല്ലാതെ തെരുവിൽ തെണ്ടി നടക്കുന്നു. അങ്ങനെ കരുതി അയാളോട് സഹതാപം തോന്നിയിട്ടല്ലേ പാർവതി അയാളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും ഇവിടെ അയാൾക്ക് അഭയം കൊടുത്തതും. ആ സ്ഥിതിക്ക് പാർവതിക്ക് എങ്ങനെയാ ശേഖരന്റെ ഒളിയിടങ്ങളും അയാൾ പോകാൻ സാധ്യതയുള്ള വഴികളും പറയാനാവുക? പാർവതിക്ക് ശേഖര മേനോനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയാമായിരുന്നെങ്കിൽ അതവൾ ഒരിക്കലും മനസ്സിൽ വെക്കാതെ അത് എന്നെ എന്നോട് പറഞ്ഞേനെ. അവൾക്ക് ശേഖരനെ കുറിച്ച് ഒന്നും അറിയാൻ സാധ്യതയില്ലമ്മേ. എന്റെ വിശാലേ, പാർവതി എന്തെങ്കിലും മനഃപൂർവ്വം നിന്നിൽ നിന്നും മറച്ചു വെച്ചു എന്നല്ല ഞാൻ പറയുന്നത്. എടാ, ആ കാര്യത്തില് എനിക്ക് പാർവതിയെ ഒരു സംശയവും ഇല്ല. ഞാൻ ഉദ്ദേശിച്ചത് ശേഖരനും പാർവതിയും തമ്മിലുള്ള സംസാരത്തിനിടയില് എന്തെങ്കിലും അയാളെക്കുറിച്ച് എന്തെങ്കിലും ചില വിവരങ്ങള് അയാള് പോലും അറിയാതെ അയാള് പാർവതിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, അതിൽ നിന്നും എന്തെങ്കിലും ഒരു ക്ലൂ അത് നമുക്ക് കിട്ടില്ലെന്ന് കരുതി സൂചിപ്പിച്ചതാ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ പാർവതിയോടൊന്ന് സംസാരിച്ചു നോക്ക്. ചിലപ്പോ നമുക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും വിവരം കിട്ടിയാലോ. അങ്ങനെ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാ നമുക്ക് ശേഖരനെ അന്വേഷിച്ച് നാടൊട്ട് കലയണ്ടല്ലോ മോനെ. എത്രയും പെട്ടെന്ന് നമുക്ക് അയാളെ പിടികൂടിയേ മതിയാവും മോനെ. അതിന് തന്നെ ഞാനും നോക്കുന്നത്. എടാ, നീ മടിച്ചു നിൽക്കാതെ പോയി പാർവതിയോട് ചോദിക്ക് മോനെ. എനിക്ക് പ്രതീക്ഷയുണ്ട്. ശേഖരന്റെ അടുത്തേക്ക് പെട്ടെന്ന് ചെന്ന് എത്താനുള്ള ഒരു വഴി എടാ പാർവതിയുടെ നാവിൽ നിന്ന് തന്നെ വരും. നീ ഒന്ന് ചെല്ലടാ. എനിക്കാ പ്രതീക്ഷയില്ല. എങ്കിലും അമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പാർവതിയോട് ചോദിക്കാം. ആ, ഇനിയിപ്പോ ചോദിച്ചില്ലെന്ന് വേണ്ട. പാർവതി അവൾ എന്റെ മുന്നിലൊരു തുറന്ന പുസ്തകമാണ്. ഞാൻ അറിയാത്ത, എന്നെ അറിയാത്ത ഒന്നും അവളുടെ മനസ്സിലുണ്ടാവില്ല. ഇവിടെ വേഷം കെട്ടി താമസിച്ചിരുന്നത് ശേഖര മേനോനാണെന്ന് എന്തെങ്കിലും തരത്തിൽ അവൾക്ക് അറിയാമായിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു സംശയം അവൾക്ക് തോന്നിയിരുന്നെങ്കിൽ അവളത് അപ്പൊ തന്നെ എന്നോട് പറയുമായിരുന്നു. അയാളെക്കുറിച്ച് അവൾക്കൊന്നും അറിയില്ല. അങ്ങനെ തന്നെ എൻ്റെ വിശ്വാസം. ഇനി അഥവാ അമ്മ കരുതും പോലെ ശേഖര മേനോനെ കുറിച്ച് അവൾ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് എന്നോട് പറയാതിരിക്കുന്നതാണെങ്കിൽ അത് പാർവതിയെ മനസ്സിലാക്കുന്നതിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.